ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനും ബീറ്ററും മുട്ടയും ഒന്നുമില്ലാതെ തയ്യാറാക്കാവുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ്. കോഫി സോസൊക്കെ ചേർത്തിട്ടുള്ള ഈ വാനില ബട്ടർ കേക്ക് ആർക്കും തയ്യാറാക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് കുറച്ച് ബട്ടർ പരത്തി കൊടുക്കണം. ഇതുപോലെ കുറച്ച് ബട്ടർ എടുത്തിട്ട് നമുക്ക് കേക്ക് ടിന്നിൻ്റെ ഉൾഭാഗത്ത് പരത്തി കൊടുക്കാം. സൈഡിലും ഉള്ളിലും എല്ലാം നന്നായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തത് നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് മൈദ ഈ പാത്രത്തിനുള്ളിലേക്ക് തൂക്കിയിട്ട് നന്നായിട്ടൊന്ന് കൊട്ടിയെടുത്താൽ മതി. അപ്പം മൈദ എല്ലാം ഇങ്ങനെ സൈഡിലൊന്ന് കോട്ടായി ഉള്ളിലൊക്കെ കോട്ടായിട്ട് ഇരുന്നോളൂ. അപ്പോഴും കേക്ക് ഒട്ടി പിടിക്കത്തില്ല. ഇതിപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു വലിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഒരു 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ കേക്കിനൊക്കെ മൈദ എടുക്കുമ്പോൾ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കേക്കിലേക്ക് നമ്മൾ മൈദയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കുത്തി നിറയ്ക്കാനും പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് വടിച്ച് കളഞ്ഞിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതും ഈ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഇനി ഇതുപോലൊരു ഹാൻഡ് വിസ്ക് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടിയും കൂടെ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലൊരു വലിയ ബൗൾ എടുക്കണം. ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നന്നായി പൊടിച്ച 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പം ഇതും കൂടെ നമുക്ക് ഈ പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ അൺസോൾട്ടഡ് ആയിട്ടുള്ള 100 ഗ്രാം ബട്ടറാണ്. അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുള്ളതാണ്. ഒട്ടും തണുപ്പൊന്നും പാടില്ല. നമ്മൾ ഈ കേക്കിലേക്ക് ചേർക്കുന്ന ഒരു സാധനവും തണുപ്പുള്ളതാവാൻ പാടില്ല. എല്ലാം റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം. അപ്പം ഇത്രയും മെൽറ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വൈറ്റ് വിനെഗറാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ ഈ ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി സമയമൊന്നും എടുക്കണ്ട. കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്നതിന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. ഇത് മതി. ഇപ്പം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പം ഇതുപോലെ പഴയ പാൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പുതിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു പാനിലേക്ക് നമുക്ക് ഇതുപോലൊരു റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അതേപോലെ ഹൈറ്റിലിരിക്കുന്ന ഒരു പാത്രമോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ്. അതായത് കേക്ക് ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൂടൊക്കെ നിന്ന് റെഡിയായി പ്രീ ഹീറ്റായി കിട്ടിക്കോളും. ഇത് ഞാൻ ഓൺ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒത്തിരി ഹൈ ഫ്ലെയിമിലല്ല വെക്കുന്നത്, മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കണം. അപ്പം ഇത് ഇവിടെ ഇരുന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു അരപ്പേക്ക് കൂടി വേണം നമുക്ക് കുറേശ്ശെ പൊടി ഇതിലിട്ടിട്ട് ഇളക്കിയെടുക്കാം.
ഞാനിവിടെ 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ ബാച്ചിലും മൈദ ഇടുമ്പോൾ കുറേശ്ശെ പാല് വീതം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പതിയെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കുകയേ ചെയ്യാറുള്ളൂ. ഒത്തിരി ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മളുടെ പൊടിയെല്ലാം 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇരിക്കുന്ന പാല് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ 3/4 കപ്പ് പാലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതുപോലെ റിബൺ പോലെ ഇങ്ങനെ റിബൺ കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എയർ ബബിൾസ് ഒക്കെ കളയാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ പ്രീ ഹീറ്റ് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. ലിഡ് ഇത് കറക്റ്റ് അല്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ആവി വെള്ളം വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു ക്ലോത്ത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടാണ് ഇതിങ്ങനെ അടയ്ക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ കേക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല. അപ്പോൾ ടൈറ്റായിട്ടുള്ള ലിഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തുണി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തുണി വെച്ച് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, തീ ഒന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ മടക്കിയൊക്കെ കൊടുത്ത് നല്ല സൂക്ഷിച്ച് വേണം വെക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് തീ നല്ലതായിട്ട് കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് എന്താണേലും എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് കേക്കാവുള്ളൂ. പിന്നെ കേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 20-25 മിനിറ്റ് നേരത്തിന് എന്ത് വന്നാലും കേക്ക് ഇത് തുറക്കാൻ പാടില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ കേക്ക് ശരിയാവില്ല. അപ്പം നമുക്കൊരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 50 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് എന്തായാലും തുറന്ന് നോക്കാം. സൈഡൊക്കെ ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം, കുത്തി നോക്കാം എന്തെങ്കിലും ഇതുകൊണ്ട്. നടുഭാഗം ആയിട്ടില്ല. ഇതിലിങ്ങനെ മാവിരിപ്പുണ്ട്. അപ്പോൾ ഇതിനി കുറച്ച് സമയം കൂടെ എടുക്കും ആവാനായിട്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കും. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തുകൊണ്ടാണ്. മീഡിയം ഫ്ലെയിമിലാക്കിയാൽ കുറച്ചുകൂടെ നേരത്തെ കിട്ടും. പക്ഷേ ചിലപ്പോൾ അടിഭാഗമൊക്കെ കരിഞ്ഞു പോയി എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ചെയ്ത്. സമയം കൂടുതലെടുത്താലും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കേക്ക് ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരികൊക്കെ നന്നായി ഇളകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ കേക്കിങ് ഇളകി പോന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കൂടുതൽ നേരം എടുത്ത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കരിയാണ്ട് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കേക്കാണ്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്.
അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്യുന്നത് കോഫി ഫ്ലേവർ ഗനാഷാണ്. ആദ്യം നമുക്ക് ഈ കേക്ക് ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കോഫി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് പാല്, നല്ല ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ ചൂട് പാലിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ബ്രൂവോ നെസ്കഫയോ എന്ത് വേണേലും എടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ഫോർക്ക് എടുത്തിട്ട് ഈ കേക്കിലൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം. കോഫി മിക്സ് അത് ഇതിലേക്ക് നന്നായിട്ട് കേക്കിലേക്ക് ഇറങ്ങാനായിട്ടാണ്. ഈ നമ്മളിപ്പോൾ ഈ മെല്ലെ കോഫി ഗനാഷ് ചെയ്തില്ലെങ്കിൽ തന്നെ ഈ വാനില ബട്ടർ സ്പഞ്ച് കേക്ക് നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനായിട്ട്. പിന്നെ കോഫിയും കൂടി ഇടുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഇത് ഡിസേർട്ടായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തണുപ്പിച്ചിട്ട്. നമുക്ക് ഈ കോഫി മിക്സ് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്കൊരു 30 മിനിറ്റ് നേരത്തേനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കോഫിയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോഫി സോസാണ് റെഡിയാക്കി ഒഴിക്കുന്നത്. അപ്പം ഇനി അതൊന്ന് റെഡിയാക്കാം. കോഫി സോസ് റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ 4 മിൽക്കി ബാറിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പം ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു 3/4 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ആ ഒരു ബോയിലിംഗ് പോയിന്റ് വരുന്നതിന് മുന്നേ തന്നെ നമുക്കത് മാറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനത് ചൂടാക്കിയിട്ട് വരാം. ക്രീം നന്നായിട്ട് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൂടായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടിക്കോളും. ഒപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോഫി സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാനില കേക്ക് വിത്ത് കോഫി സോസ് റെഡിയായി. ഇതിപ്പം കുറച്ചിങ്ങനെ കൂടുതലായിട്ട് ഈ സോസ് കിടക്കുന്നത് നമ്മൾ കഴിക്കുമ്പോൾ ആ സോസും കൂടെ കുറച്ച് ആ പ്ലേറ്റിലേക്ക് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സോസ് കഴിക്കാനായിട്ട്. അപ്പോൾ ഓരോ സ്ലൈസ് നമ്മൾ എടുക്കുമ്പോൾ ഒപ്പം ആ സൈഡിൽ കിടക്കുന്ന ആ സോസും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ എടുത്ത് കഴിക്കാനായിട്ട്. ഇത് ശരിക്കും ഒരു കേക്ക് പോലെയും ഡെസേർട്ട് പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ചൂടോടെ ഈ ഒരു ഇപ്പം ചെറിയൊരു ചൂടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതെന്താണേലും മുറിക്കണില്ല. ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മുറിച്ച് കാണാം. നമ്മുടെ കേക്ക് അങ്ങനെ നല്ല തണുത്ത് ക്രീമൊക്കെ നല്ല തിക്കായി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇങ്ങനെ ഒരു പീസ് എടുത്തതിന് ശേഷം കേക്കിന്റെ മുകളിലേക്ക് കുറച്ച് കോഫി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം. കേക്കിലുള്ള ബട്ടറിന്റെ ടേസ്റ്റും ഒപ്പം ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കോഫിയും ഒക്കെ ചേർന്നിട്ടുള്ള സോസും നല്ല തണുപ്പും ഒക്കെ കൂടി ആവുമ്പോഴത്തേന് ഈ കേക്കിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ കേക്കിന്റെ ടെക്സ്ചർ കണ്ടോ? ലോ ഫ്ലെയിമിൽ ടൈം കൂടുതലെടുത്ത് ബേക്ക് ചെയ്താൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു സൂപ്പർ റെസിപ്പിയുമായി കാണാം.
ബൈ.